ഗുഡ് ഈവനിങ് ആൾ. നമ്മൾ നേരത്തെ അക്ഷയ സെന്ററിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചതായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരും എന്നുള്ളത്. അതിനുള്ള വീഡിയോ ആണിത്. ഇതില് നിങ്ങൾ ഒരു പുതിയൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങൾ പുതുതായിട്ട് ഒരു അക്ഷയ സെന്ററിന് അപേക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഇന്റർഫേസിൽ ഇപ്പൊ മുമ്പേ നിങ്ങൾ എന്റെ മുമ്പത്തെ വീഡിയോ കാണാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇതിന്റെ സൈറ്റ് വീണ്ടും ഏതാണെന്ന് പറഞ്ഞുതരാം. അതായത് LBSEDP.LBScenter.in/Akshaya26 എന്ന് പറയുന്ന സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ പുതുതായിട്ട് ഒരു അക്ഷയ സെന്ററിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ. മാർച്ച് 19 ലാസ്റ്റ് ഡേറ്റ്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇന്റർഫേസ് ആണ് ഇത്. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈബർ സെന്ററിന്റെയോ ഇന്റർനെറ്റ് കഫേയുടെയോ ഏതെങ്കിലും നമ്പർ ഇവിടെ കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളുടേതായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള നമ്പർ കൊടുക്കുക. കാരണം OTP വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് OTP വെരിഫൈ ചെയ്യാം. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം OTP വെരിഫൈ ചെയ്തതിനു ശേഷമുള്ള സ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. മൊബൈൽ വാലിഡേറ്റഡ് എൻ്റർ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഇങ്ങനെ ഒരു ഇന്റർഫേസ്, ഒരു ഫോം ടൈപ്പ് ഓഫ് ഇന്റർഫേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് തെറ്റുകൂടാണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാബില് ഫുൾ നെയിം, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിലുള്ള ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആസ് ഇൻ SSLC ബുക്ക്, പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, പിന്നെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളത്, ഏത് ലോക്കൽ ബോഡി ആണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട്. അതിനുശേഷം ഒരു ഫോട്ടോ ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID, ഇതിൽ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പിൻകോഡ് കൊടുക്കണം. പിന്നെ LSGD ടൈപ്പ്, അതായത് കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്ത് ആണോ എന്നുള്ളത് ഇവിടെ കൊടുക്കണം. ദെൻ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് നമ്പർ ഇവിടെ, അത് ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല, മാൻഡേറ്ററി അല്ല എങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ എക്സാമിനേഷൻ സെന്റർ, ഡിസ്ട്രിക്ട് പ്രിഫറൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സെന്ററിലാണ് എക്സാം എഴുതാൻ താല്പര്യം, ഏത് ഡിസ്ട്രിക്ട് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ഐ അഗ്രി എന്ന് പറയുന്ന ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡിലോട്ട് പോവാം. ഇവിടെ ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ടാബിലോട്ട് പോവാത്തത്. ഇത് ഫില്ല് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ടാബ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് തെറ്റുകൂടാണ്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പറും സൈറ്റ് ആക്സസ് കീയും തെറ്റുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് നിങ്ങൾ ഫ്യൂച്ചർ റെഫറൻസിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റ് ആക്സസ് കീ കമ്പൽസറി ആയിട്ടും നിങ്ങൾക്ക് വേണ്ടതാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് പേജ് ആണ്. ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ക്വാളിഫിക്കേഷൻ, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ സെലക്ഷൻ, പ്രിവ്യൂ, പേയ്മെന്റ്, പ്രിന്റ്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മളുടെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന പാർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് 40 KB താഴെയുള്ള ഫോട്ടോവും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 40 KB സൈസിന് താഴെയായിരിക്കണം അതിന്റെ സ്കാൻഡ് ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളതിൽ ചൂസ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് ചൂസ് ഫയൽ കൊടുത്തിട്ട് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ, കറക്റ്റ് സൈസിലുള്ളതാണെങ്കിൽ ഈ ഒരു കോളത്തില്, ഈ ഒരു ബോക്സിനകത്ത് സിഗ്നേച്ചറും ഫോട്ടോവും അപ്പിയർ ആവുന്നതായിരിക്കും. അതിനുശേഷം പ്രൊസീഡ് ടു അപ്ലോഡ് യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് പോകണം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിലേക്ക് ചോദിക്കുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടോ എന്നുള്ളതാണ്. അതായത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, MBA, MCA, LLB പോലെയുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ വെയിറ്റേജ് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് സ്കോറിംഗ് ഡീറ്റെയിൽസ് ഫസ്റ്റ് ഹോം പേജിൽ നോക്കാൻ പറ്റും, അതിൽ ഇത്ര വെയിറ്റേജ് ഉണ്ടെന്നുള്ളത്. അതുണ്ടെങ്കിൽ നിർബന്ധമായി ഇവിടെ S കൊടുക്കുക. S കൊടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. 200 KB താഴെ സൈസാണ് വേണ്ടത്. ഇതിൽ ഓരോ സർട്ടിഫിക്കറ്റിന്റെയും സൈസ് 200 KB താഴെയാണ്. അപ്പൊ ഇവിടെ സ്കാൻ
ചെയ്ത് വെച്ച ഇമേജ് അല്ലെങ്കിൽ PDF ഏതും ആകാം, JPG ഫോർമാറ്റും ആകാം, PDF ആകാം, ചൂസ് ചെയ്യാം. എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, വ്യൂ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം ഏതാണ് കോഴ്സ്. ഇപ്പോൾ MC ആണെങ്കിൽ MCA, MBA ആണെങ്കിൽ MBA, അത് ഏത് കോഴ്സ് ആണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഏത് ഇയർ ആണ്, പാസ് ഔട്ട് ഇയർ ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ സെയിം ആയിരിക്കാം, പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർക്ക് സെയിം അത് തന്നെയായിരിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ S എന്ന് കൊടുത്തിട്ട് അതിന്റെയും ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിഗ്രി ഉണ്ടെങ്കിൽ S കൊടുക്കുക, അതിന്റെ ഫയൽ അപ്ലോഡ് ചെയ്യുക. +2ന്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. SSLCയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രോഗ്രാംസ് നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തിട്ടുണ്ടവരുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഗ്രാജുവേഷൻ, ഡിപ്ലോമ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്തിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് S കൊടുക്കുക, അതിന്റെ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഒക്കെ ബേസിക് കമ്പ്യൂട്ടർ അവയർനെസ്, അതായത് വേർഡ്, എക്സൽ പോലെയുള്ള എക്സ്ട്രാ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അവയർനെസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിന്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിൽ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതേഴ്സ് എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഒരു മിനിമം 5 ഡേയ്സിന്റെ ഏതെങ്കിലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ഏജൻസിയിൽ നിന്നും ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്രൂഫ്, പ്ലേസ് ഓഫ് ബർത്തിന്റെ പ്രൂഫിനായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ പിന്നീട് വെരിഫിക്കേഷൻ സമയത്ത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC/ST ആണെങ്കിൽ അവർക്ക് മാത്രം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഐ അഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസിൽ എന്ന ടാബിലോട്ടാണ് പോവുക. ഇവിടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണോ, അൺഎംപ്ലോയിഡ് ആണോ, പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തവരാണോ എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ടില്ല. നമ്പർ ഓഫ് എക്സ്പീരിയൻസ്, എന്തെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ കഫേയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ ചൂസ് ചെയ്ത ലൊക്കേഷനിൽ ഇന്റർനെറ്റ് കഫേ ഉണ്ടെങ്കിൽ S എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലും SO നോ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഷോപ്പിൽ, അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അക്ഷയ സെന്റർ തുടങ്ങാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ലൊക്കേഷന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും കമ്പ്യൂട്ടർ പരമായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ, ടെലിഫോൺ കണക്ഷൻ ഉണ്ടോ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ S കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, ഇവിടെയും ടിക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് ഫീൽഡിലോട്ട് പോകാം. നെക്സ്റ്റ് വേണ്ടത് ലൊക്കേഷൻ സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് 3 ലൊക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രയോറിറ്റി ബേസിൽ ഫസ്റ്റ് ചോയ്സിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ സെയിം പഞ്ചായത്തിലുള്ള, സെയിം ബ്ലോക്കിലുള്ള, സെയിം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, ലൊക്കേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വെയിറ്റേജ് മാർക്ക് കൂടുതലാണ്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ പഞ്ചായത്തിലുള്ള ലൊക്കേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് വേണ്ടത്, ഫോർ എക്സാമ്പിൾ കണ്ണൂര്, LSGD ടൈപ്പ് ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ ചോദിക്കുന്നുണ്ട്, ഗ്രാമപഞ്ചായത്ത് സെലക്ട് ഏതാണ് നിങ്ങളുടെ അത് അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഏതാണ് പഞ്ചായത്ത്, ഇപ്പോൾ ഇവിടെ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് നിന്നാണ്, അഞ്ചരക്കണ്ടി എന്നുള്ളത് സെലക്ട് ചെയ്തു. അവിടെ ലൊക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് വേറെ ഒരു ഗ്രാമപഞ്ചായത്തിലോട്ട് പോവുകയാണെങ്കിൽ മേ ബി സൈറ്റ് സ്ലോ ആയതുകൊണ്ടാകാം. നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ മാർച്ച് 19 വരെ വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത്, അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് കൊടുത്തപ്പോൾ അവിടെ 2 ലൊക്കേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കല്ലിങ്കലും കറ്റാടിയും. ജനറൽ കാറ്റഗറിക്കാണിത്. SC/ST ഇവിടെ വരില്ല, കാരണം നമ്മൾ ജനറൽ എന്നുള്ളതാണ് ബേസിക് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ജനറലിന് മാത്രമുള്ളതാണ് ഇവിടെ കാണിക്കുക. കല്ലിങ്കലും കറ്റാടി എന്ന് പറഞ്ഞ 2 ലൊക്കേഷനാണ് നമുക്ക് അവിടെ അച്ചാനൂർ ഗ്രാമപഞ്ചായത്തിൽ അക്ഷയ സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലുള്ള ഏതെങ്കിലും ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടെ ഇവിടെ ഈ സൈഡിൽ കാണിക്കുന്നതായിരിക്കും.
അത് നിങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ സെയിം നിങ്ങൾ താമസിക്കുന്ന സെയിം പഞ്ചായത്തിലുള്ളതാണോ ആണെങ്കിൽ എസ് കൊടുക്കാം. സെയിം ബ്ലോക്കിലുള്ളതാണോ എസ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് എസ് ആയിട്ട് വരും. ഇങ്ങനെ 3 എസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതലുണ്ട്, വെയിറ്റേജ് മാർക്ക് കൂടുതലുണ്ട്. ഈ ഏരിയയിൽ നിങ്ങൾ 2 വർഷത്തിൽ കൂടുതൽ താമസിച്ചവരാണെങ്കിൽ ഇവിടെ എസ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അതിനും വെയിറ്റേജ് കൂടുതലുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ആ ലൊക്കേഷനിൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ ബിൽഡിംഗ് ഐ ഡി, ഡോർ നമ്പർ, ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ, ബിൽഡിങ്ങിന്റെ ടൈപ്പ് ഏതാണ്, ഓൺ ആണോ റെന്റഡ് ആണോ, അങ്ങനെയുള്ള ടു ബി റെന്റഡ് ആണോ എന്നുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യാം. ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ആണോ, ഫസ്റ്റ് ഫ്ലോർ ആണോ, സെക്കൻഡ് ഫ്ലോർ ആണോ, ആ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഡോർ 1, ഡോർ 2, ഡോർ 3, ഡോർ 4, അങ്ങനെ ടോട്ടൽ ഏരിയ ആണ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ ഏരിയ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തുള്ള ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ കൊടുത്താൽ മതി. ഓക്കെ, ഡോർ 1, ഡോർ 2, ഡോർ 3, ഡോർ 4 ന്റെ. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ സേവ് ആയിട്ട് ഇവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് വീണ്ടും ഇതേ രീതിയിൽ സെക്കൻഡ് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. സെക്കൻഡ് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും പഞ്ചായത്താണെങ്കിൽ വേറെ പഞ്ചായത്ത്, അല്ലെങ്കിൽ അതേ സെയിം പഞ്ചായത്താണെങ്കിൽ സെയിം പഞ്ചായത്ത്, എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ ചോയ്സിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാറ്റാടി എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, കാറ്റാടി. അപ്പൊ അതിന്റെ ലൊക്കേഷൻ ഇവിടെ വന്നു. സെയിം പഞ്ചായത്തിലാണെങ്കിൽ എസ് കൊടുക്കാം. ഇപ്പൊ സെയിം പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടെ നോ കൊടുക്കാം. പക്ഷെ സെയിം ബ്ലോക്ക് ആയിരിക്കും, അപ്പൊ അത് എസ് കൊടുക്കാം. സെയിം ഡിസ്ട്രിക്ട് ആയിരിക്കും, അത് എസ് കൊടുക്കാം. ആ ഒരു ഏരിയയിൽ, ആ ഒരു ബ്ലോക്കിൽ നിങ്ങൾ 2 വർഷത്തിന് മുകളിൽ താമസിച്ചവരാണെങ്കിൽ എസ് കൊടുക്കാം. ഡോർ ഡീറ്റെയിൽസ്, അവിടെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിടാവുന്നതാണ്. ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. ഷോപ്പ് ഇല്ലെങ്കിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. അതും സേവ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 3 ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ആ ചൂസ് ചെയ്ത ലൊക്കേഷൻ ഇവിടെ വിസിബിൾ ആയിട്ട് വരും. അതിന്റെ പേരും ലൊക്കേഷൻ ഡീറ്റെയിൽസിൽ ആ നിങ്ങൾ ചൂസ് ചെയ്ത ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. എന്നിട്ട് അതിന്റെ കെ സ്മാർട്ട് ID, കെ സ്മാർട്ട് പോർട്ടലിൽ നിങ്ങൾക്ക് ആ ബിൽഡിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ബിൽഡിംഗ് ഉള്ളതാണെങ്കിൽ കെ സ്മാർട്ട് പോർട്ടലിൽ ആ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, കെ സ്മാർട്ട് ID, ഫ്ലോർ ടൈപ്പ്, ഏരിയ, സ്ക്വയർ ഫീറ്റ്, ആ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഫിൽ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി റെന്റ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് തെറ്റിപ്പോയി മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇവിടെ പോയിട്ട് ആദ്യം മുതലേ ഒന്നും കൂടി ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രീവ്യൂ എന്ന സ്ക്രീനിലോട്ട് പോകും. ഇപ്പൊ ഇങ്ങനെയാണ് വരിക. നമ്മൾ എന്താണ് സ്ക്രീൻ ഫിൽ ചെയ്തത് ആ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് ഇവിടെ പ്രീവ്യൂവിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കാണാൻ വേണ്ടി പറ്റാത്തത്. ഓക്കെ, എന്നിട്ട് ബാക്ക് ടു ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ദെൻ പേയ്മെന്റ് ഓപ്ഷൻ ആണ്. പേയ്മെന്റ് ഓപ്ഷൻ 750 ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. 750 ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ ബാങ്കിങ് ചാർജസ് കാണിക്കുന്നുണ്ട്. UPI വഴിയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ 2000 വരെ നിങ്ങൾക്ക് ചാർജസ് ഒന്നും എടുക്കുന്നില്ല. അല്ലാതെ ബാക്കി ഏതെങ്കിലും ആണെങ്കിൽ ചാർജസ് എടുക്കുന്നുണ്ട്. അത് എത്രയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് മേക്ക് പേയ്മെന്റ് കൊടുക്കാം. മേക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ UPI നിങ്ങളുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട്, ഷോ QR എന്ന് കാണും, QR കാണിച്ച് നിങ്ങൾ സ്കാൻ ചെയ്തിട്ടും പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. ലാസ്റ്റ് ഓപ്ഷൻ ആണ് പ്രിന്റ് ഓപ്ഷൻ ആണ്. പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ എല്ലാവരും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും തെറ്റുകൂടാണ്ട് അപ്ലോഡ് ചെയ്യുക. എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടാവണം. കാരണം അത് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോർ ടെക്നിക്കൽ ഹെൽപ്പ് ലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഹോം പേജിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ഓഫീസേഴ്സിന്റെ നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് വിളിച്ച് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.